പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഡയറ്റിങ് തുടങ്ങിയാലോ? പപ്പയുടെ ഉറക്കമൊക്കെ പമ്പ കിടന്നു ഡയറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. അവക്കനക്കമില്ല. നമുക്ക് നോക്കാടി, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് കേക്കത്തില്ല. ഒരു മിനിറ്റ്, സൗണ്ട് ഒന്ന് കൂട്ടി വെക്കട്ടെ. ഇനി പറ. എന്നെ അതാ ഡയറി മിൽക്ക് ഇന്നലെ തിന്നുന്നുണ്ട്. ആ ഡയറ്റിംഗ് അല്ല. അങ്ങനത്തെ ഡയറ്റിങ് പറ്റത്തില്ല. ഒരു ഇച്ചിരി വെടിപ്പും മെനക്കും ഉള്ള ഡയറ്റിങ് വേണം. എനിക്കൊരു കാര്യം കൃത്യമായിട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല, നിനക്ക് അറിയത്തില്ലയോ? അടി അങ്ങനല്ല. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഓരോ ദിവസവും ഇന്ന് എന്നാണേലും എന്നാ ഫുഡായിരുന്നു കഴിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ കൂടെ നമുക്ക് ഈ ഇച്ചിരി ഡയറ്റിങ്ങും കൂടെ ചേർത്ത് ഉള്ള ഒരു ഡയറ്റ് പ്ലാൻ അങ്ങോട്ട് ക്രമീകരിച്ചാലോ? ഞാൻ വീട്ടിൽ തന്നെ എങ്ങനെ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാന്നുള്ള സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുക. ഒരു ഡാഷ് മോളെ അതല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് എങ്ങനെ ഇച്ചിരി നമുക്കൊരു ടാർഗറ്റ് വെക്കാം. ഒരു 2 കിലോ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കുറയ്ക്കാം എന്ന് വെച്ച്. അതായത് ഓരോ മാസം ഓരോ കിലോ വെച്ച് കുറയ്ക്കാം. എന്നാ തീരുമാനം? എന്നെ കൊണ്ട് പട്ടിണി ഇരിക്കാവുന്ന എന്നെ കൊണ്ട് വയ്ക്കുക. എടി, പട്ടിണി ഇരിക്കാൻ നല്ല പറയുന്നത്. കൃത്യമായ ഒരു ഡയറ്റ്. എന്തായാലും പട്ടിണി ഇരുന്നുള്ള ഡയറ്റ് എനിക്കും പറ്റത്തില്ല. അതിൽ കൃത്യമായിട്ടൊരു ഡയറ്റ് എങ്ങനെയാ? നീ എനിക്ക് അങ്ങോട്ട് ഉണ്ടാക്കി തരാമല്ലോ. ഓടി, എൻ്റെ വായിന്ന് വല്ല തെറിയും കേൾക്കും. ഓ, പേഷ്യന്റ് വന്നടി. വെച്ചോ ഡയറ്റിങ്. നമുക്ക് നാളത്തേക്കിന് വെക്കാം.